വ്യൂവേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? എറണാകുളത്ത് നമ്മുടെ മേനകയുടെ തൊട്ടടുത്താണ് ബ്രോഡ്വേ എന്ന് നമുക്കറിയാലോ. ബ്രോഡ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണല്ലോ. ഇവിടെ വന്നാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഈ ലോകത്തെ എല്ലാ സംഭവങ്ങളും തന്നെ ഇവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഡിസംബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ക്രിസ്മസിൻ്റെ ഒരു മഹാമഹം തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ മേത്തർ ബസാറിലേക്കാണ് വന്നിരിക്കുന്നത്. എല്ലാ ക്രിസ്മസിനും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തിരക്ക് ഒക്കെ മാറ്റി മറിച്ച് ഇവിടെ എത്തും. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ചക്കരക്കുട്ടി ഒരു ഹായ് പറ. അപ്പോൾ ഞങ്ങൾ മേത്തർ ബസാറിലേക്ക് കയറാൻ പോകും. അപ്പോൾ എൻ്റെ നേരെ ഈ പുറകെ കാണുന്ന ബ്രോഡ്വേ ആണ്. ബ്രോഡ്വേയിലേക്ക് മേനകയിൽ ഇറങ്ങി നമ്മൾ ബ്രോഡ്വേയിലേക്ക് വന്നു. ഇനി തൊട്ടപ്പുറത്താണ് മേത്തർ ബസാർ. അപ്പോൾ വാ, നമുക്കും കാണാം ക്രിസ്മസിൻ്റെ കാഴ്ചകൾ. വാ, ജോക്കുട്ടനും ഉണ്ട് കേട്ടോ കൂടെ. ജോക്കുട്ടനാണ് അപ്പോൾ നമുക്ക് കുറേ വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. നേരെ ഏറ്റവും ആദ്യം തന്നെ കാണുന്നത് ഈ ജോസ് ആൻഡ് കമ്പനിയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് അടുക്കം വയ്യ, അത്രയും തിരക്കാണ്. പക്ഷെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാറുകൾ എല്ലാം ഇവിടെയുണ്ട്. അതുമാത്രമല്ല റോഡ് സൈഡിലും ഇഷ്ടംപോലെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല വെറൈറ്റി സ്റ്റാർ നമ്മൾ ജോസ് ആൻഡ് കമ്പനിയിലായിരുന്നു കേട്ടോ കണ്ടത്. ഇത്തവണ എന്താ കുറേയേറെ വെറൈറ്റി ആയിട്ടുള്ള സംഭവമുണ്ട്. ഇതെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടുന്ന ഒരു ബോൾ പോലെ റൗണ്ടാണ്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെയൊക്കെ പ്രിൻറ്റുകളൊക്കെ അതിനകത്ത് വരും. നല്ല രസമാണ് അത് കാണാൻ. അതുപോലെ തന്നെ സ്നോമാൻ, ഈ സ്നോമാനൊക്കെ നമുക്ക് ഇത്തവണ പുതിയതാണ് കേട്ടോ. ക്രിസ്മസ് ട്രീയിൽ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ തല മാത്രം, മറ്റുള്ളവരുടെ തല മാത്രമേ കാണാൻ പറ്റുള്ളൂ. 1 ഇഞ്ച് സ്ഥലമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഷോപ്പിനകത്തേക്ക് കയറിയില്ല. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്ത് സാധനം വേണമെങ്കിലും ഈ ജോസ് ആൻഡ് കമ്പനിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മേത്തർ ബസാർ. മേത്തർ ബസാറിലേക്ക് കയറിയിട്ട് ഇവിടെ നിറയെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആണ്. അപ്പോൾ ആ ക്രിസ്മസിൻ്റെ ഐറ്റംസ് കാണാനായിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് ഈ ഒരു വേയുടെ ഉള്ളിലേക്ക് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. ഇവിടം തൊട്ട് തുടങ്ങുകയായി ക്രിസ്മസിൻ്റെ ലോകം. എന്താ ഒരു രസം നോക്കിയേ. ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളാണ് കേട്ടോ ഇവിടെ വരുന്നത്. കൂടുതലും ചൈനീസ് ഐറ്റംസൊക്കെയാണ്. ഇത്തവണത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത്തവണ സ്നോമാനെയാണ് ക്രിസ്മസ് അപ്പൂപ്പനാക്കി ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. കണ്ടോ, നല്ല രസമുള്ളൊരു ഡോളാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഷോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി തന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു കാലഘട്ടം വരുമ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ട് ക്രിസ്മസ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളായിട്ട് മാറുകയാണ് കേട്ടോ. അല്ലാതെ നമ്മളിവിടെ മേത്തർ ബസാറിൽ ചെല്ലുന്ന സമയത്ത് ഈ ഷോപ്പൊന്നും ആയിരിക്കില്ല അവിടെ. ഈ ഒരു ക്രിസ്മസ് ട്രീ അടിപൊളി ക്രിസ്മസ് ട്രീ ആണ്. ഏകദേശം ഒരു 5 അടി 6 അടി ഉയരമുള്ളതാണ് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഈ ലൈറ്റുകളാണ്. അതായത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകളാണ്. അതിൻ്റെ പുറകിലെല്ലാം തന്നെ ചെറിയൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം തെളിയും. ആ ചേട്ടൻ നമുക്ക് എല്ലാം എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഏകദേശം 50-60 രൂപ മുതൽ 20-30 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ചെറുത് അത് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതായത് ഒരു 30 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 120-150 വരെ ഉണ്ട്. നല്ല ഡിസൈൻസാണ്. ഡിസൈൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കുറേ എണ്ണം വാങ്ങാൻ തോന്നും. കണ്ടോ, ഇതൊക്കെ കണ്ടോ, നിലവിളക്കിൻ്റെ ഇതുപോലെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ കാരോളൊക്കെ വരുമ്പോൾ കാരോൾസിനൊക്കെ ഇതൊക്കെ കൊണ്ടുപോകാം. കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇരുട്ടാവുമ്പോൾ കാണാൻ നല്ല രസമല്ലേ. ഇതിപ്പോൾ പകൽ വെളിച്ചത്തിലാണ് നമ്മൾ കാണുന്നത്. ഇരുട്ടിൽ ഇതൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ഈ എടുക്കുന്നതൊക്കെ ഏകദേശം 120 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഈ ചേട്ടനൊക്കെ എന്ത് രസമായിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു തരാൻ അവർക്ക് എന്ത് ഉത്സാഹമായിരുന്നു എന്നറിയോ. അത് സ്റ്റാർട്ടിങ്ങിലുള്ള ഷോപ്പാണ് കേട്ടോ ഇത്. ഇതൊക്കെ ഇതൊക്കെ 20 റുപ്പീസ് 30 റുപ്പീസ് അതിന് മുകളിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 70 രൂപയാണ് ആ ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടോ. അതിനും ലൈറ്റ് ഉണ്ട് കേട്ടോ. അതായത് 70 രൂപയാണ് വരുന്നത്. അത് ചെറിയ ക്രിസ്മസ് ട്രീ ആണ്. നമുക്ക് ടേബിൾ ടോപ്പൊക്കെ ആയിട്ട് വയ്ക്കാൻ നല്ല രസമാണ്. ഇതൊക്കെ കണ്ടോ, ഇതിനൊക്കെ 50, 60, 70 അങ്ങനെ പല റേറ്റുകളാണ് കേട്ടോ. അത് ആ ഡിസൈനിനനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ട്. ഇതൊക്കെയാണ് 20, 30 അങ്ങനെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ബൾക്കായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇവരെല്ലാം കുറച്ച് തരും. അതിനിടയിൽ നല്ല ക്യൂട്ടായിട്ട് പപ്പി ആൻഡ് കിറ്റി കണ്ടോ. ചക്കരയ്ക്കും ചോക്കുട്ടിനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ലൈറ്റിൻ്റെ ഒരു സമ്മേളനം എന്ന് തന്നെ പറയാം. ലൈറ്റ്സ് ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഓരോ ഷോപ്പുകൾ കാണുമ്പോൾ അവിടുത്തെ എന്താ വെറൈറ്റി എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്രിസ്മസ് റീത്ത് നല്ല രസമാണ്. നോട്ടത്തിൽ നമുക്ക് തീയാന്ന് തോന്നും. ആ തീ ആളുന്ന പോലെ തോന്നും. കണ്ടോ, അതിങ്ങനെ ഇളകുന്ന കണ്ടോ. പക്ഷെ തീയല്ല, അത് പ്ലാസ്റ്റിക് ആണ്. ഏകദേശം 120 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ വില. ഇങ്ങനെ പലതിനും പല റേറ്റാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് റേറ്റൊക്കെ പറഞ്ഞു വാങ്ങാം. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് ഹോൾസെയിൽ വിലയ്ക്കും സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു മേത്തർ ബസാറിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ് കേട്ടോ മിക്കതും തന്നെ. ഈ ഒരു ക്രിസ്മസ് ട്രീ നോക്ക്, ഫുൾ
പല കളേഴ്സാണ്. അതുപോലെ തന്നെ ഈ ലൈറ്റ്സൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളത്. അതിൻ്റെ പല വെറൈറ്റികളുണ്ട്. ഈ ഒരു ഏരിയയിൽ മൊത്തം ക്രിസ്മസ് ട്രീകളാണ് കേട്ടോ. ആ ക്രിസ്മസ് ട്രീ ഉണ്ടോ മുഴുവൻ സ്നോ പോലെ ഫുൾ അങ്ങനെ. പിന്നെ പല കളേഴ്സിൽ വരുന്ന പല കളേഴ്സ് ചേഞ്ച് വരുന്നത് അങ്ങനത്തെയാണ്. പിന്നെ ഇതെല്ലാം തന്നെ സ്റ്റാർസ് അതുപോലെ തന്നെ ലൈറ്റ്സ് ഉള്ള എല്ലാം തന്നെ. ഇതെല്ലാം നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോം ഡെക്കറായിട്ട് നമുക്ക് ചെയ്യാം. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം, പള്ളികളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ലൈറ്റിൻ്റെ അടുത്തുനിന്ന് മാറാൻ തോന്നുന്നില്ല കേട്ടോ. അത് അടുത്ത ടൈപ്പ് ഓഫ് ലൈറ്റുകളാണ്. ക്രിസ്മസ് ട്രീ കണ്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്മസ് ട്രീ ആണ്. അത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ലൈറ്റ് വരും, മുകളിൽ സ്റ്റാറൊക്കെ ആയിട്ട്. ഇതും ഈ പറഞ്ഞ പോലെ ടേബിൾ ടോപ്പായിട്ട് അതുപോലെ കാരൽസിനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് പിടിക്കാനും എല്ലാവർക്കും പിടിക്കാം. പിന്നെ പള്ളികളിലൊക്കെ ഇങ്ങനെ വെക്കാനും ക്രിസ്മസ് വലിയ പുൽക്കൂടിനൊക്കെ അടുത്ത് കത്തിച്ച് വെക്കാം. അങ്ങനെ ഇത് കണ്ടു എന്ത് രസം. നമുക്ക് ചെറിയ ചെറിയ ലാമ്പുകൾ ഒരു ബാറ്ററിയുടെ ഇതിലാണ് അത് പ്രവർത്തിക്കുന്നത് എല്ലാം തന്നെ. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ചക്കരയാണെങ്കിൽ ഓരോന്ന് വെറൈറ്റി ആയിട്ട് നോക്കിയെടുക്കുന്നത് നല്ല രസമുള്ള ലാമ്പ് കണ്ടോ. നമുക്കിതെല്ലാം ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടാം, ഗിഫ്റ്റ് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന ബോൾസ് അതൊത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ ഒരു ഷോപ്പും ഈ പറഞ്ഞ പോലെ നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് കയറി നോക്കാം ഈ ഷോപ്പിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇവിടെ കുറേ ലൈറ്റുകൾ, എല്ലായിടത്തും ഈ ലൈറ്റ് തന്നെയാണ് മെയിൻ ഐറ്റംസ്. ഈ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന പല ഡിസൈനിലുള്ള ലൈറ്റ്സ്. ഈ ക്രിസ്മസ് അപ്പൂപ്പൻ നോക്ക് എന്ത് ക്യൂട്ടാണ് നോക്ക്. നല്ല രസമുണ്ട് കേട്ടോ ആ ക്രിസ്മസ് അപ്പൂപ്പൻ. ബോൾസ് ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്ന ബോൾസുകൾ നിരവധി വെറൈറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ ഇത്തവണ ക്രിസ്മസ് ട്രീ വന്നിരിക്കുന്ന സംതിങ് വെറൈറ്റി ആയിട്ട് ഒറിജിനലാന്നേ പറയത്തുള്ളൂ. അതുപോലത്തെ ട്രീ ആണ് കേട്ടോ. നല്ല ചേർന്നിരിക്കുന്ന നല്ല രസമുള്ള ഇലകളുള്ളതാണ് ഇത്തവണത്തെ ക്രിസ്മസ് ട്രീ. ഇത് ഫുൾ സ്നോ ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. പലർക്കും പലതാണല്ലോ ഇഷ്ടപ്പെടുക. ചിലർക്ക് ഇങ്ങനെ ഫുൾ സ്നോ ആയിട്ടുള്ളത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഹാഫ് സ്നോ ആയിട്ട്, ചിലർക്ക് സ്നോ ഇഷ്ടേ അല്ല, ചിലർക്ക് ഇതുപോലെ റെഡ് ഓരോന്ന് നമുക്ക് ഇതിനകത്ത് വെക്കാം അങ്ങനെയുള്ളത്. അങ്ങനെ പല ടൈപ്പ്. ഈ അലൻ ബേബി ഷോപ്പ് എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്. അതിനകത്തേക്ക് ഒത്തിരി വെറൈറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടുത്തെ ക്രിസ്മസ് അപ്പൂപ്പനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്ക് കയ്യിൽ ഇതൊക്കെ വെച്ച് അതിൻ്റെ കൈ അനങ്ങും. ആ ക്രിസ്മസ് അപ്പൂപ്പൻ നല്ല വെറൈറ്റി ക്രിസ്മസ് അപ്പൂപ്പനാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ചെറിയ ക്രിസ്മസ് ട്രീകൾ മുതൽ വലിയ ക്രിസ്മസ് ട്രീ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെയാണ് വെറൈറ്റീസ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ വോൾ ഡെക്കേഴ്സ് ഇവിടെ ഒത്തിരി ഉണ്ട്. ക്രിസ്മസ് ട്രീ ഡെക്കേഴ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് വീടുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് റീത്തുകൾ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. നിറയെ കണ്ടോ, എല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുക, ഈ ഇതൊന്നും പൊടിയൊന്നും ആവാതെ. യെസ് ഡേയ്സ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ബ്രോഡ്വേയുടെ അകത്ത്. നമ്മൾ കുറേ ഇപ്പോൾ കടകളൊക്കെ കണ്ടു. ഈ ഒരു ഷോപ്പിങ്ങിന് വന്ന് നോക്കിയപ്പോഴാണ് നിറയെ ഇതിൻ്റെ ഈ ക്രിസ്മസിൻ്റെ ഐറ്റംസ് മാത്രം കേട്ടോ. അലൻ ബേബി ഷോപ്പ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കാണുന്നത് മുഴുവൻ ക്രിസ്മസ് ട്രീയുടെ, കുട്ടി ക്രിസ്മസ് ട്രീ മുതൽ വലിയ ക്രിസ്മസ് ട്രീ വരെ. എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല വൈറ്റ് കളറിലും അതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഗിഫ്റ്റൊക്കെ പിടിച്ച അടിപൊളി ക്രിസ്മസ് അപ്പൂപ്പനും ഉണ്ട് ഇവിടെ. അതുമാത്രമല്ല റീത്തുകളുടെയൊക്കെ ഒരു വലിയ ശേഖരം തന്നെ, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട്. എവിടുന്ന് ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്? ചൈനയിൽ നിന്നാണല്ലേ. അടിപൊളി ഐറ്റംസ് ആണല്ലോ. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കുള്ള കുറേ പുതിയ സാധനങ്ങളുണ്ടല്ലേ. ഇതൊക്കെ എന്താണ് സംഭവം? ഡോറിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ. പേരെന്താ? എൻ്റെ പേര് മധു. മധുചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ. അപ്പോൾ മധുചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ അലൻ ഷോപ്പിന്റെ സാധനങ്ങളൊക്കെ എവിടുന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ചൈനയിൽ നിന്നാണല്ലോ. അതുകൊണ്ട് കിട്ടില്ല സാധനങ്ങളാട്ടോ. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം കാണാത്തത് ആയിട്ടുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവം ഈ കിടക്കുന്നതൊക്കെ? ഇതൊക്കെ നമ്മുടെ കർട്ടൻ ഡെക്കറേറ്റ് ചെയ്യാം, ഡോറിന്റെ അവിടെ വെക്കാം, ഷോപ്പിന്റെ ഫ്രണ്ടിലൊക്കെ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഓക്കെ. എത്ര രൂപ മുതലുള്ള സാധനങ്ങളുണ്ട് ഇവിടെ? 30 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 30 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര വരെയുള്ളതുണ്ട്? 7500, 8000. എന്താ 7500ന്റെ എന്താ? ട്രീ ഉണ്ട്, ക്രിസ്മസ് ട്രീ ആണ്. അതേ ഹൈറ്റ് ഉള്ളതല്ല, ഹൈറ്റ് കുറഞ്ഞത്, നല്ല ബുഷി ടൈപ്പ്. അത് മാത്രമല്ല ഇത്തവണ ഞാൻ നോക്കുമായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്രിസ്മസ് ട്രീയിൽ ഒരു വൻ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ ആ ഒരു ബുഷി ടൈപ്പ് ക്രിസ്മസ് ട്രീയിൽ നിന്നൊക്കെ ഭയങ്കര സ്നോയൊക്കെ ചാടിയ ടൈപ്പ് ക്രിസ്മസ് ട്രീ, അതിൻ്റെ തന്നെ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ അവൈലബിൾ ആണ്. ഇവിടെ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് അപ്പൂപ്പൻ, നല്ല ക്രിസ്മസ് അപ്പൂപ്പനാ. ചൈനയിൽ നിന്ന് തന്നെയാണോ? അത് ഞാൻ ചോദിച്ചപ്പോൾ 4000 എത്രയാണ്?
4700 രൂപയാണ് ആ നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പന്. അപ്പോൾ നമുക്കിനി ബാക്കി ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞ് ക്രിസ്മസ് അപ്പൂപ്പന്മാർ മുതൽ വലിയ ക്രിസ്മസ് അപ്പൂപ്പന്മാർ വരെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന ബോൾസ്, ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന റീത്തുകൾ, വീടുകൾ അലങ്കരിക്കാൻ പറ്റുന്നത്, അങ്ങനെ എല്ലാം തന്നെ. അതുപോലെ മണികളില്ലേ ഈ നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്ന അതിൻ്റെ തന്നെ വലിയ ടൈപ്പ്. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ നമ്മുടെ മുഖം മൂടി അത് തന്നെ നമുക്ക് ഹോം ഡെക്കറായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ കണ്ടോ, ചെറിയ ക്രിസ്മസ് അപ്പൂപ്പനാണ്. അതുപോലെ ഈ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീസ് ആണ് കേട്ടോ. പിന്നെ ഈ ക്രിസ്മസ് ബോൾസ് എന്ന് പറയുന്നത് തന്നെ പല വെറൈറ്റി പല കളേഴ്സിലുള്ളതുണ്ട്. ചക്കരക്കുട്ടിക്ക് ഇതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം വോൾ ഡെക്കേഴ്സാണ്. ഇതെല്ലാം തന്നെ വോളും ക്രിസ്മസ് ട്രീയും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്നോമാനൊക്കെ ഇത്തവണ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. ഇത് ചെറിയ ടൈപ്പ് ക്രിസ്മസ് ട്രീ നമുക്ക് ടേബിൾ ടോപ്പായിട്ട് വയ്ക്കാം, ഷോപ്പുകളിലൊക്കെ വയ്ക്കാം, വീടുകളിലും എല്ലാം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ക്രിസ്മസ് പൂവുമാർ പല കളേഴ്സ്. പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ക്രിസ്മസ് ട്രീയുടെയൊക്കെ അടിയിൽ നമ്മൾ ഗിഫ്റ്റായിട്ട് വെക്കില്ലേ, അതൊക്കെയാണിത്. ഈ അലൻ ബേബി ഷോപ്പിൻ്റെ ഇൻസ്റ്റാ പേജിൽ നോക്കുവാണെങ്കിൽ ഇവരുടെ എല്ലാ വെറൈറ്റി ഐറ്റംസും കാണാൻ പറ്റും. ആ ബോൾസൊക്കെ ആ പിങ്ക് കളർ അതുപോലെ ഗോൾഡൻ കളറൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഈ റീത്തുകളും കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ക്രിസ്മസ് റീത്തുകൾ അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അതുപോലെ നമുക്ക് ഈ ക്രിസ്മസ് റീത്തുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. അതിൻ്റെയും പ്രോഡക്ട്സുകൾ നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു ക്രിസ്മസ് ട്രീ ഇത് വെറൈറ്റിയാണ്, ഇത്തവണത്തെ സ്പെഷ്യലാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് ട്രീ പോലെയല്ല, ഇത് നിറയെ ഫ്ലവേഴ്സാണ്, ഗോൾഡൻ ഫ്ലവേഴ്സിലുള്ള വെറൈറ്റി ക്രിസ്മസ് ട്രീ. ഇത് ഞാൻ ഈ ഷോപ്പിൽ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് പുൽക്കൂട് അലങ്കരിക്കാനായിട്ടുള്ള ഈ വസ്തുക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ചോദിച്ചു നോക്കാം. ഈ ഉണ്ണിയേശുവിൻ്റെ ആ ഒരു അത് അതിന് ഫുൾ എത്ര, സെറ്റിന് എത്രയാ? വലുതിൻ്റെ 600 രൂപ അല്ലേ? പുൽക്കൂട്ടിൽ വെക്കുന്ന ഈ രൂപങ്ങൾക്ക് പലതിനും പല റേറ്റാണ് കേട്ടോ. അതായത് ഇതിൻ്റെ സൈസിനനുസരിച്ചാണ്. 150 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഇതൊക്കെ ഏറ്റവും ചെറുതാണ്, 150, 190, അതുപോലെ തന്നെ 600, 700, 800 അങ്ങനെ പല റേറ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ്. അതുപോലെ തന്നെ പുൽക്കൂട് ഇവിടെ അവൈലബിൾ ആണ്. ചെറിയ മരം കൊണ്ടും അതുപോലെ വൈക്കോലെല്ലാം വെച്ചിട്ടുള്ള പുൽക്കൂട്, അതുപോലെ തന്നെ ചെറിയ ട്രീയും ക്രിസ്മസ് ട്രീ ഇവിടെ അലങ്കരിച്ചിരിക്കുന്നതെല്ലാം തന്നെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ ഇതിനൊക്കെ. അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പന്മാർ, ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ പറ്റുന്ന ക്രിസ്മസ് അപ്പൂപ്പന്മാരാണ്. പിന്നെ എനിക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് ഇത്തവണ തോന്നിയത് ഇതാണ്. ഇതുപോലെ ലീഫുകൾ, അതായത് നമുക്ക് വേണമെങ്കിൽ ഹോം ഡെക്കറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസ് ട്രീസ് ഉണ്ടാക്കാം. ഓരോന്നിനും ഡിഫറെൻറ്റ് വിലയാണ് കേട്ടോ. ഏകദേശം 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ റെഡ് ഇതൊക്കെ കണ്ടോ, ചെറിയ മണി പോലെയുള്ളത്, അതിനൊക്കെ 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ പെറ്റൽസ് അതെല്ലാം നോക്കിയിട്ടാണ് വില കൂടുന്നത് കേട്ടോ. ആ ഒറ്റ ഇതൊക്കെ കണ്ടോ, നല്ല വെറൈറ്റിയാണ് ആ ഫ്ലവേഴ്സും ഇതെല്ലാം തന്നെ. അപ്പോൾ ഇവിടെ ചില ഷോപ്പുകൾ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നമുക്ക് അലൗ ചെയ്യും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വന്ന് എടുക്കും ഇതൊക്കെ ചെയ്യണം. പക്ഷെ ചിലർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു ഷോപ്പിലെ ചേട്ടനെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഞങ്ങളുടെ അടുത്ത് ഈ ചേട്ടൻ തന്നെ ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറയും. കസ്റ്റമർ ഈസ് ദ കിങ് എന്നല്ലേ പറയുക. കസ്റ്റമറോട് ഇടപെടുന്നതിനനുസരിച്ചിരിക്കുമല്ലേ. നമ്മളും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങും. ഞങ്ങളും ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാം കണ്ട് റേറ്റൊക്കെ ചോദിച്ച് അവസാനം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇത്തവണ എന്തായാലും പുൽക്കൂട് ഉണ്ടാക്കാനായിട്ടുള്ള നല്ല കുറച്ച് രൂപങ്ങളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ചേട്ടനൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോ. അപ്പോൾ ഇനി നമുക്ക് ആ നെക്സ്റ്റ് ഷോപ്പുകളിലേക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇവിടെയും ക്രിസ്മസ് ട്രീത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്രിസ്മസ് ട്രീത്തുകളുണ്ട്. നല്ല വില കൂടിയതുണ്ട് കേട്ടോ. കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലീഫുകൾ എല്ലാം അനുസരിച്ചാണ് അതിൻ്റെ വില കൂടുന്നത്. ഹോം ഡെക്കേഴ്സ് സാധനങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ട്രീ നമുക്ക് എല്ലാം അലങ്കരിക്കാൻ പറ്റുന്ന കുറേ ഇവിടെ ഉണ്ട്. ഇതിന് തൊട്ടടുത്ത ഷോപ്പുകളിലൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊക്കെ പെൻസിലാണ് കേട്ടോ. ക്രിസ്മസ് പെൻസിൽ എന്ന് സ്പെഷ്യൽ പറയാം നമുക്ക്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖമുള്ള ടൈപ്പ് പെൻസിൽസ് ഇവിടെ ഉണ്ട്. ചക്കരക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓരോരോ സാധനങ്ങളെല്ലാം നല്ല തിളക്കമുള്ളതാ. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ ചെറിയ ബോൾസുകൾ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഇതാ എനിക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ട് നല്ല കളറാണല്ലേ, പിങ്ക് ഷെയ്ഡിലുള്ളത്. ഇത് ക്രിസ്മസ് ട്രീ നമുക്ക് അലങ്കരിക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. ഹോം ഡെക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കും.
50. ഓ ഈ ഒറ്റ ഒരെണ്ണത്തിന്. ഓ എന്തൊരു ഭംഗിയാ. പിൻ വെച്ചിട്ട് അങ്ങ് തിരിച്ചു വെച്ചാൽ മതി. ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള ബോൾസ് ആണ് കേട്ടോ ഇത് നല്ല ഗ്രീൻ ക്രിസ്മസ് ട്രീയിൽ നമുക്ക് വെച്ചിട്ട് അത് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് അതിനകത്ത് വെക്കാം. അതായത് അതിനകത്ത് തന്നെ ഒരു പിന്നുണ്ട്, ആ പിൻ വെച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതായത് നെക്സ്റ്റ് ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കണ്ട് തീരില്ല, അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ് പിക്ഡ് ഐറ്റംസ് ഉള്ള ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ. CK മാത്യു ആൻഡ് സൺസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഈ ഷോപ്പ് കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. എനിക്ക് ക്രിസ്മസ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ, കാരണം എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ലെങ്ത് കൂടുതലായി. അപ്പോൾ അടുത്ത വീഡിയോ പുറകെ വരുന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾ ഇത്തവണ മേത്തർ ബസാറിൽ പോകുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ഹാപ്പി ക്രിസ്മസ്.